അതിൽ കൊള്ളാൻ ചാൻസ് ഉണ്ട്. ജോസാൻ്റെ ബോക്സുമായിട്ട് മസിൽ പിടിക്കുന്നു. ഹലോ, ഹെഡ്മീനുള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. ജോസൻ രാവിലെ തന്നെ നമ്മുടെ ഒരു അമേരിക്കയ്ക്കുള്ള പാക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നിങ്ങളിൽ പലരും ചോദിക്കുന്നതാണ്, ചേച്ചിയുടെ കടയിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്? ഒരു പക്ഷെ പുതിയതായിട്ട് വരുന്നവരും ചോദിക്കുന്നുണ്ടാകാം. അപ്പോൾ എല്ലാരെയും പരിഗണിക്കണമല്ലോ, അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ. സപ്പോർട്ട് വേണം. ഇത് അമേരിക്കയ്ക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ്. ഇതിനു മുമ്പിട്ട് പണ്ട് ഇവിടുന്ന് അയച്ചു കൊടുത്തതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് മേടിക്കുന്നത്. ഓൾറെഡി ലീവിന് വരുമ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. അത് കുറഞ്ഞിപ്പോൾ ഇന്റർനാഷണൽ കൊറിയർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൂടുതലും സാധനങ്ങൾ വാങ്ങുന്നത് മൗത്ത് പബ്ലിസിറ്റി വഴിയാണ്. അതാണ് ഒരു ബിസിനസിന്റെ വിജയമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അതായത് വാങ്ങിയവര് തന്നെ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അവരുടെ റിലേറ്റീവ്സ് ആവാം, നെയ്ബേഴ്സ് ആവാം. ഇതും അങ്ങനെ ഒരു ഓർഡറാണ് കേട്ടോ. എന്റെ കയ്യിൽ നിന്ന് മേടിച്ച ആളിന്റെ ബ്രദർ ഇൻ ലോയ്ക്ക് വേണ്ടി ഒരു ഓർഡർ തന്നതാണ്. അതിനുവേണ്ടിയുള്ള പാക്കിംഗ് ആണ്. ഏറ്റവും കൂടുതൽ വിദേശത്തോട്ട് എനിക്ക് കാശ്മീരി മുളക് പൊടിയാണ് കൂടുതൽ പോകുന്നത്. അതായത് ഫസ്റ്റ് ഗ്രേഡ്. പല വിലയ്ക്കും നമുക്ക് മുളകുകൾ മാർക്കറ്റിൽ കിട്ടും. അതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി മുളകാണ് നമ്മൾ എടുക്കുന്നത്. എത്ര കിലോ വെച്ച ഒരു പാക്കറ്റ്? ഞാൻ ഇതിനു മുമ്പ് ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നല്ല ക്വാളിറ്റി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അസിഡിറ്റി, നെഞ്ചരിച്ചിൽ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ധാരാളം പേര് എനിക്ക് ഫീഡ്ബാക്ക് തന്നതാണ്. അതുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണം എന്ന് ഞാൻ പറയില്ല. നിങ്ങളിൽ പലരും മുളക് പൊടിയൊക്കെ ഇതുപോലെ മില്ലിൽ നിന്നോ മറ്റോ വാങ്ങാൻ ചെല്ലുമ്പോൾ വില കേട്ടിട്ട് ഈ ഇത്രയും വിലയോ എന്ന് പറഞ്ഞിട്ട് കുറഞ്ഞത് മേടിച്ചോണ്ട് പോകും. പക്ഷെ അതിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാണ്. നല്ലതൊന്ന് മേടിച്ച് ഉപയോഗിച്ച് നോക്കൂ, അപ്പൊ മനസ്സിലാവും. അതുകൊണ്ടാണ് 10 കിലോയൊക്കെ ഒരുമിച്ച് മേടിച്ചോണ്ട് പോകുന്നത്. ഇത് കാശ്മീരി 2 കിലോ, ഇത് കാശ്മീരി 2 കിലോ 4 കിലോ, ഇത് 4 കിലോ, ഇത് കാശ്മീരി 4 2 6 കിലോ, ഇത് 6 2 8 കിലോ, ഇത് 2 10 കിലോ, ഇത് പിരിയനാണ് 2 കിലോ. അങ്ങനെ 12 കിലോ മുളകാണ് അമേരിക്കയ്ക്ക് പോകുന്നത്. അത് 2 കിലോ പിരിയ മുളകാണ്. ഇനി മല്ലിപ്പൊടി 2 കിലോ. അടുത്തത് കുരുമുളക് 2 കിലോ. അടുത്ത ചെറുതേൻ 1 കിലോ. 1 കിലോ ഇത് അയക്കാനല്ലേ ഇവിടെ ആള് വന്നു കൊണ്ടുപോകുന്നേ. ഇനി ഇത് റാഗിപ്പൊടി 5 കിലോ. ഇതൊക്കെ കുറുക്കൊക്കെ ഉണ്ടാക്കാനും നല്ല റാഗിപ്പൊടി. അത് നേരത്തെ മേടിച്ചിട്ടുണ്ട്. സ്ഥിരം റാഗിപ്പൊടി മേടിക്കുന്നേ അല്ല, അത് അവരല്ലല്ലോ വീഡിയോ കാണുന്നത്. അല്ല, എന്നാലും ഞാൻ പറഞ്ഞ റാഗിപ്പൊടി 5 കിലോ. അടുത്ത ഇതെന്താണ്? കൂവപ്പൊടി 1 കിലോ. കൂവപ്പൊടി 1 കിലോ. ഇത് ചുക്കരിപ്പൊട്ടിയാണ്. ചുക്കരിപ്പൊട്ടി എന്ന് പറയുമ്പോൾ അതിനകത്ത് ചുക്ക്, കുരുമുളക് എല്ലാം അതിനകത്ത് ആഡ് ചെയ്ത് വരുന്നതാണ്. കഫക്കെട്ട് മറ്റുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഇട്ട് കുടിക്കാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ സാധാ കരിപ്പൊട്ടി ഉണ്ട്, അതിനകത്ത് കുരുമുളകും മറ്റൊന്നും ആഡ് ചെയ്യത്തില്ല. അല്ലാതെ നോർമലായിട്ടുള്ള കരിപ്പൊട്ടിയാണ്, അതും ഇവിടെ ഉണ്ട്. പിന്നെ ഇത് 2 കിലോ പുളി എന്ന് പറയുന്നത് ആണ്ട് വിട്ടിരിപ്പുണ്ട്. 3 വട്ടം നല്ല രീതിയിൽ പാക്ക് ചെയ്താൽ ഈ കയറ്റി വിടുന്ന കേട്ടോ. ഇത് 2 കിലോ ഉണ്ട് പുളി. നമ്മൾ വാളംപുളി ഒട്ടും കുരു ഇല്ലാത്തതും പറഞ്ഞാണ് എടുക്കുന്നതെങ്കിലും ഇടയ്ക്കൊക്കെ 1-2 കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത് ഈ ജോലിക്കാരെ ഡിപ്പെൻഡാണ്. ഞാൻ എപ്പോഴും അത് പറയാറുണ്ടല്ലോ. കാരണം ചെയ്യിക്കുന്ന ഒരു ജോലിക്കാരെ ഇരുത്തി നല്ല വൃത്തിയായിട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാണ് ചെയ്യുന്നത്. പക്ഷെ ഇടയ്ക്ക് കിട്ടിയാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ജോസൻ എന്തോ പറയാനുള്ളതെന്ന് വെച്ചാൽ പറ. കുറെ ദിവസമായിട്ട് എൻ്റെ അടുത്ത് പറയാം, വീഡിയോ എടുക്കണം, കടയുടെ വീഡിയോ എടുക്കണം. ഞാൻ വന്നിട്ടുണ്ട്. ഈസ്റ്റർ പ്രമാണിച്ചുള്ള സാധനങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. പിന്നെ അതേപോലെ മഞ്ഞപ്പൊടി കഴിഞ്ഞ പ്രാവശ്യവും എല്ലാവരും നല്ലപോലെ മഞ്ഞപ്പൊടി മേടിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം എന്താണ്ടേ ജോസന്റെ മഞ്ഞപ്പൊടി കേട്ടിട്ട് ഇപ്പോൾ ആളുകൾ പറയാം മഞ്ഞപ്പൊടിയല്ല മഞ്ഞൾപ്പൊടിയാണെന്ന്. മഞ്ഞൾപ്പൊടി താണ്ടേ. ഇത് നമ്മുടെ അടുത്ത വീടുകളിൽ നിന്ന് ഉണങ്ങിയ മഞ്ഞൾ എടുത്തിട്ട് നമ്മൾ പൊടിപ്പിക്കുന്നതാണ് കേട്ടോ.
അത് എടുത്തപ്പോഴേ മണം. നല്ല മഞ്ഞപ്പൊടി. പിന്നെന്തൊക്കെയാണ് ജോസാന്റെ കടയിലുള്ളത്? ഇതെന്ത് സാധനം? തേയിലകളാ ഇതൊക്കെ. ഞാൻ മറന്നിരുന്നേ. അതെ, നല്ല തേയില. ഇതൊക്കെ മേടിച്ചിട്ടുണ്ട് ആൾക്കാർ. ഇപ്പോഴും മേടിക്കുന്നുണ്ട് പലരും. എല്ലാരും മേടിക്കുന്നതാ കേട്ടോ. നോർമൽ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല, ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് ടാങ്ക് എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാരും വിചാരിക്കും. ഇത് നമ്മുടെ RCMന്റെ ആണ് കേട്ടോ. സാധാ ടാങ്ക് കേട്ടോ. ഇത് 170 രൂപയോളം വിലയുള്ള. അതെല്ലാം കിട്ടും. പക്ഷെ ഇത് നമ്മുടെ RCMന്റെ പലരും മേടിക്കുന്നതാണ് കേട്ടോ. ഓറഞ്ചും മാംഗോയും 88 രൂപയുടെ. ചിലപ്പോഴൊക്കെ മാംഗോ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. ഇപ്പൊ എത്ര ഉണ്ട് മാംഗോ? മാംഗോ ചോദിച്ച ചിലർക്കൊക്കെ ഞാൻ പിന്നെ ഓറഞ്ച് കൊടുക്കേണ്ടി വന്നു. ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. മാംഗോയും ഓറഞ്ചും എല്ലാം ഇപ്പൊ ഉണ്ട്. പിന്നെ മെയിനായിട്ട് നമുക്കുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ല ക്വാളിറ്റി കാശ്മീരി ഫസ്റ്റ് ഗ്രേഡ് മുളക് പൊടി. ഒട്ടും എരിയില്ല, നല്ല കളറും നല്ല കൊഴുപ്പും. പിന്നുള്ളത് നമുക്ക് പിരിയൻ മുളക് പൊടി. അത്യാവശ്യം എരിയുണ്ട്, നല്ല കൊഴുപ്പും ആവശ്യത്തിന് കളറും ഉണ്ട്. പിന്നുള്ളത് മിക്സ് മുളക് പൊടി. മിക്സ് മുളക് എന്ന് പറയുന്നത് നാടൻ മുളകും പിരിയൻ മുളകും കൂടെ മിക്സ്, നല്ല എരിയുള്ളതാണത്. അപ്പോൾ ഈ 3 ടൈപ്പ് മുളക് പൊടിയാണ് നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ ചമ്മന്തിപ്പൊടി. ഇത് അധികം ഇല്ല കേട്ടോ, തേങ്ങയ്ക്ക് നല്ല വിലയാണ്. കുറേശ്ശെ റെഡിയാക്കുന്നുള്ളൂ. ഇപ്പൊ അത്യാവശ്യമുള്ളവർക്ക് മാത്രം വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. അതിന് തേങ്ങ വിലയാണ്. പക്ഷെ ഈസ്റ്ററിന് ഇച്ചിരി ചമ്മന്തിപ്പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു, അത് ഞങ്ങള് പറയുന്നില്ല. പിന്നെ വെളിച്ചെണ്ണയുണ്ട്. വെളിച്ചെണ്ണ നമുക്ക് നല്ല വെളിച്ചെണ്ണ. ഇപ്പം വെളിച്ചെണ്ണ നിലവിൽ ഒരുപാട് വന്നിറങ്ങുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ കിട്ടാനില്ല. അതുകൊണ്ട് എസൻസ് കൊണ്ട് അഭിഷേകമാണ് വെളിച്ചെണ്ണ. എല്ലായിടവും ഇല്ല, വിശ്വാസമുള്ളിടത്തു നിന്ന് മേടിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഇത് നല്ല മില്ലിലെ നല്ല വെളിച്ചെണ്ണ, ഒറിജിനൽ വെളിച്ചെണ്ണയത്. പാല് കൊണ്ടുവരുന്ന ആൾ പോലും ഇവിടുന്ന് ആ വെളിച്ചെണ്ണ മേടിച്ചുകൊണ്ട് പോകുന്നത്. ഇന്നലെ തേങ്ങയും വെളിച്ചെണ്ണയും ഇവിടുന്നാണ് മേടിച്ചുകൊണ്ട് പോയത്. കാര്യം സ്ഥിരം നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ആൾക്കാരുണ്ട്. അത് പിന്നെന്തുവാ, കുടംപുളി. പിന്നെന്തുവാ, ഗരം മസാല ആവശ്യമാണ്. ഇനിയിപ്പം വേണ്ട, നല്ല ഗരം മസാല. പലരും എൻ്റെ അടുത്ത് മീറ്റ് മസാല ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ സ്പെഷ്യൽ മീറ്റ് മസാല ഇല്ല, ചിക്കൻ മസാലയുണ്ട്. പക്ഷേ ഞാൻ ഇറച്ചിക്കും കടലക്കറി, ഉരുളക്കിഴങ്ങ് കറി, ഗ്രീൻ പീസ് കറി, ഇതിനെല്ലാം നമ്മുടെ ഈ ഗരം മസാലയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ചിക്കൻ മസാല, ഇത് സാമ്പാർ മസാല. ഈസ്റ്ററിന് ഇതെല്ലാം കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഈസ്റ്ററിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് നിങ്ങൾ വാങ്ങാൻ വേണ്ടി മേടിക്കുന്നേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉള്ള വീഡിയോയിലൊക്കെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട്. പിന്നെ കായം സ്പെഷ്യലുണ്ട്, വൻതേൻ, ചെറുതേൻ. ഒറിജിനൽ തേനാണേ. തേനെ വളർത്തി എടുക്കുന്നിടത്തുനിന്നും എടുത്തു വെച്ചിരിക്കുന്നതാണേ. നല്ല ഒറിജിനൽ തേനാണേ. പിന്നെ നമുക്കെന്താണ്, റാഗിപ്പൊടി, ഹെൽത്ത് മിക്സ്, മില്ലറ്റ് മിക്സ് അകത്താണ് കേട്ടോ. നമ്മുടെ ഹെൽത്ത് വൈസ് നോക്കുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് മില്ലറ്റ് മിക്സ്. മില്ലറ്റ് മിക്സിലുള്ളത് ചാമേരി, റാഗി, തിന, കുതിരവാലി, കമ്പ്, മണിച്ചോളം എല്ലാം മലയാളം പേരാണ്. ഇംഗ്ലീഷ് പേര് ഗൂഗിൾ നോക്കിയാൽ മതി. അപ്പോൾ ഇതിന്റെ ഒരു ഡിഷ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ചേർത്തിട്ടുണ്ട്. എന്റെ കയ്യിൽ നിന്ന് മേടിച്ചവർക്ക് ധൈര്യമായിട്ട് അത് ട്രൈ ചെയ്യാമേ. പിന്നെ റാഗി നന്നായിട്ട് കഴുകി ഉണങ്ങി പൊടിക്കുന്നതാണ്. നല്ല വൃത്തിക്ക് ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ വയറിനൊന്നും ഒരു അസുഖം ഉണ്ടാകത്തില്ല, വയറൊക്കെ നല്ല ക്ലീൻ ആവത്തേ. പിന്നെ നമുക്ക് പുട്ടുപൊടി, പുഞ്ച പുട്ടുപൊടി, ചെമ്പാ പുട്ടുപൊടി, അരിപ്പുട്ടുപൊടി, ഇങ്ങനെയുള്ള 2-3-4 ടൈപ്പ് പുട്ടുപൊടികളുണ്ട്. അപ്പപ്പൊടിയുണ്ട്. ഇതൊക്കെ അകത്തിരിപ്പുണ്ട് കേട്ടോ. ചമ്പാടെ തന്നെ അപ്പം പൊടിയും ഇടിയപ്പം പൊടിയുണ്ട്. ചോളപ്പൊടി കോൺ പുട്ടുപൊടിയുണ്ട്, മഞ്ഞ കളറ്. ധാരാളം പേര് ഇതൊക്കെ മേടിക്കുന്നുണ്ട്. സ്ഥിരം മേടിക്കുന്നവര് സ്ഥിരം ഓർഡർ വരുന്നുണ്ട്. വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം മേടിച്ചുപയോഗിക്കുക. ചിലർക്ക് എപ്പോഴും വേണം. ചിലർ മാസം തോറും മേടിക്കുന്നുണ്ട്, ചിലർ ആഴ്ച തോറും മേടിക്കുന്നുണ്ട്. മുളകുപൊടി, മല്ലിപ്പൊടിയൊക്കെ മാസം തോറും മേടിക്കുന്നവരുണ്ട്. കുറേയൊക്കെ ഞാൻ ഇവിടെ അടുത്തൊക്കെ അല്ലാതെയൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. നമ്മുടെ മില്ലിൻ്റെ മുമ്പിൽ താമസിക്കുന്നവർ പോലും നമ്മുടെ കയ്യിൽ നിന്ന് മുളകുപൊടി ഇപ്പോൾ മേടിക്കുന്നുണ്ട്. അത് ആ മുളകുപൊടി നല്ലതായിട്ടാണ്. അത് മേടിച്ച് വയറിന് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ നല്ല വൃത്തിക്ക് കഴുകി ഉണക്കിയാണേ പൊടിക്കുന്നത്. എന്റെ കടയിലെ ബാക്കിയുള്ള സാധനങ്ങള് എന്തൊക്കെയാണ് കാണേണ്ടവർക്ക് കണ്ടോണേ. ബൂസ്റ്റ് കിടക്കുന്നു, ഹോർലിക്സ് കിടക്കുന്നു, സ്ക്രബ്, ടാങ് ചെറിയത്, പിന്നെ ഇതെല്ലാം ഈസ്റ്റേണിന്റെ പ്രൊഡക്റ്റുകള്,
കാപ്പിപ്പൊടികൾ, തോർത്ത്, മിഠായികൾ, കൊണ്ടാട്ടമുളക്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കടകളിലും ഉണ്ടല്ലോ തൂക്കിയിട്ടേക്കുന്നൊക്കെ. ഐസ്ക്രീമുകൾ, അങ്ങനെയൊക്കെയുള്ളത്, ബിസ്ക്കറ്റുകൾ ഏത് വേണമെങ്കിലും ഉണ്ട്. ചിക്കൻ നൂഡിൽസ് കേട്ടോ, ചിക്കൻ നൂഡിൽസ്. ഇവിടുത്തെ പിള്ളേർ മൊത്തം ഈ ഏരിയയിലുള്ള പിള്ളേർ മൊത്തം ഇതാണ് ചിക്കൻ നൂഡിൽസ്. ഇത് എല്ലായിടവും കിട്ടും, എല്ലായിടം കിട്ടുന്നേ നോർമലി. പിന്നെ ഇതും എല്ലായിടം കിട്ടുന്നേ കേട്ടോ, പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ സാധാ കടകളിൽ വെക്കുന്നതാണ് കിടത്തി വെക്കുന്നു, അത്രയേ ഉള്ളൂ. എന്റെ കയ്യിൽ നിന്ന് സ്ഥിരം സാധനങ്ങൾ വാങ്ങുന്നവർക്കറിയാം എന്റെ കയ്യിലെ സാധനങ്ങളുടെ ലിസ്റ്റ്. എന്നാൽ അതിനകത്ത് ഇല്ലാത്ത ഒരു സാധനമാണ് പപ്പടം. കേരളത്തിന് പുറത്തുള്ളവരൊക്കെ എന്റെ അടുത്ത് പപ്പടം അയച്ചു കൊടുക്കാമോ എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ അവല്, പിന്നെ സ്പെഷ്യലായിട്ട് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ പുറത്തു നിന്നുള്ള സാധനങ്ങൾ അവർ ചോദിക്കുന്നത് ചെയ്തെടുത്ത് കൊടുക്കാറുണ്ട്. ജാമുകള്, ഓട്സ്, പാൽപ്പൊടി. ഇത് ജാം നല്ല ജാമാ കേട്ടോ, ഫ്രൂട്ട് ജാം. ഇത് RCMന്റെ ജാമാണ്. ഞങ്ങൾ ഈ RCM എന്ന് പറയുന്നത് കേട്ട് പലർക്കും സംശയം കാണും. ഇത് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. എല്ലാ കടകളിലും ഇവരുടെ സാധനങ്ങൾ കിട്ടില്ല. അതിന്റെ ഡീലർഷിപ്പ് എടുത്തവർക്ക് മാത്രമേ കിട്ടാറുള്ളൂ. ഞാനിപ്പോ എലമെന്റ്സിന്റെ സാധനങ്ങൾ സെയിൽ ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെയുള്ള ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് RCM എന്ന് പറയുന്നത്. ഇത് RCMന്റെ ഇൻസ്റ്റന്റ് കോഫി. ഇത് RCMന്റെ ആണ്. മില്ലറ്റ്സ് നമ്മുടെ ശരീരത്തിന് ഇപ്പോൾ ധാരാളം പേര് ഉപയോഗിക്കുന്നതാണ് മില്ലറ്റ്സ്. നമ്മുടെ കയ്യിൽ തിനയുണ്ട്, ചാമയുണ്ട്, മണിച്ചോളം, കുതിരവാലി, കമ്പ് ഒക്കെ ഞാൻ ആദ്യം എടുത്ത് വെച്ചിരുന്നു. പക്ഷെ നമ്മളിൽ പലർക്കും, നമ്മുടെ കേരളത്തിൽ പലർക്കും ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ. പംകിൻ സീഡ് ഉണ്ട്, സൺഫ്ലവർ സീഡ് ഉണ്ട്, ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്, വാൾനട്ട്, അത്തിപ്പഴം, ഇതൊക്കെ ഉണ്ട്. അപ്പൊ മില്ലറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ധാരാളം പേര്, നിങ്ങൾ വീഡിയോസ് ഒക്കെ നോക്കിയാൽ മതി, രാത്രിയിൽ ഒരു നേരത്തെ ഭക്ഷണം മില്ലറ്റ്സ് ആക്കിയാൽ നമ്മുടെ ശരീരത്തിന് ധാരാളം ഗുണങ്ങൾ ഉണ്ട്. ഇപ്പൊ പലരും ഉച്ചഭക്ഷണത്തിന് പോലും ചോറിന് പകരം ചാമയൊക്കെ വേവിച്ചാണ് കഴിക്കുന്നത്. നമ്മുടെ ചോറ് പോലെ കഴിക്കാം, നല്ല രുചിയാണ്. വെയിറ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരു വെയിറ്റ് ലോസ് ചലഞ്ച് ഒക്കെ എടുക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ഫുഡാണ് കേട്ടോ മില്ലറ്റ് എന്ന് പറയുന്നത്. ചോറിന് പകരം ഇത് കഴിച്ചാൽ മതി, പെട്ടെന്ന് വെയിറ്റും കുറയും. എനിക്കിവിടെ ഞങ്ങളുടെ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിലെ മാഡം സ്ഥിരം എന്റെ നിന്നാണ് മില്ലറ്റ് മേടിക്കുന്നത്. പിന്നെ ഹോസ്റ്റലിലേക്ക് മക്കൾക്ക് അച്ചാറൊക്കെ അയക്കുമ്പോൾ എന്റെ അടുത്ത് ചോദിക്കാറുണ്ട്, തക്കാളി മുറുക്കുണ്ടോ, മധുരമുള്ള ചിപ്സ് ഉണ്ടോ, നല്ല മിച്ചർ കിട്ടുമോ, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അവർക്കൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലതായിട്ട് ചെയ്യുന്നിടത്തും നിന്നെടുത്ത് വെച്ചിരിക്കുന്നതാണേ. പുതിയ ബാച്ച് വാട്ടക്കപ്പ ഇന്നലെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ ബാച്ച് എനിക്ക് തോന്നുന്നു 1 മാസം ആയില്ലെന്ന്. നമ്മൾ കപ്പ ഏകദേശം ഒരു 47 കിലോയോളം വന്നിരുന്നു. 2 ദിവസം കൊണ്ട് തീർന്നു. വാങ്ങിയവര് തന്നെ വീണ്ടും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ യൂട്യൂബിൽ ഇടാൻ കാര്യം, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസ് ആണ് ഇട്ടത്. യൂട്യൂബിൽ വീഡിയോ ഇട്ടപ്പോൾ ആർക്കും കിട്ടിയില്ല. അപ്പൊ ആർക്കെങ്കിലും യൂട്യൂബിലുള്ളവർക്ക് കപ്പ വേണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ആദ്യം ഇപ്രാവശ്യം ഇവിടെ ഇടാമെന്ന് വെച്ചത്. ഇനിയിപ്പോ 2 ദിവസം കഴിയും, ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടും. അപ്പൊ കപ്പ വേണ്ടവര് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോണേ. ഇത് ഇരിക്കുന്ന സംഭവമല്ല, പെട്ടെന്ന് തീരുന്നതാണ്. കാരണം നല്ല ഫൈനായിട്ട് വേവുന്ന, നമ്മള് കപ്പ 2 അടുത്തുനിന്നേ എടുക്കാറുള്ളൂ വാട്ടക്കപ്പ. ആ 2 അടുത്തതിന് ഇപ്പൊ വർഷങ്ങളായിട്ട് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നതാ കേട്ടോ. വിശ്വസിച്ച് മേടിക്കാവുന്നതാണ്, നന്നായിട്ട് വേവുന്ന കപ്പയാണ്. യൂട്യൂബിൽ പലരും സാധനങ്ങളുടെ ലിസ്റ്റ്, വില ഉൾപ്പെടെ യൂട്യൂബിൽ ഇട്ടൂടെ എന്ന് ചോദിക്കാറുണ്ട്. അത് പോസിബിൾ അല്ല, കാരണം ധാരാളം പ്രോഡക്റ്റുകളുണ്ട്. നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ എനിക്ക് ജസ്റ്റ് ഹായ് പ്രോഡക്റ്റ് ലിസ്റ്റ് ഒന്ന് തരാമോ എന്ന് ചോദിച്ചാല് ഞാൻ ഡീറ്റെയിൽസ് തരാം. എന്റെ കയ്യിലുള്ള സാധനങ്ങൾ ഇപ്പൊ ഏകദേശം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് കൂടാതെ മീനച്ചാറ്, ബീഫ് അച്ചാറ്, നമ്മുടെ അച്ചാറുകളൊന്നും ഒത്തിരി ഗ്രേവി പാക്ക് ചെയ്യുമ്പോൾ ലീക്ക് ആവുമോ അങ്ങനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇവിടുന്ന് ഇന്റർനാഷണൽ കൊറിയറും ചെയ്യുന്നതാണ്. ഇത് ബീഫ് അച്ചാറാണ്, നേരത്തെ കാണിച്ചത് മീനച്ചാറാണ്. ഇത് നെല്ലിക്ക പെരട്ട്. നമ്മൾ എല്ലാ അച്ചാറുകളും നല്ലെണ്ണയിലാണ് ചെയ്യുന്നത്. നെല്ലിക്ക പെരട്ടിന് ധാരാളം ആരാധകരുണ്ട് കേട്ടോ. ഇത് വർഷങ്ങളോളം പുറത്തിരുന്നാലും കേടാവത്തില്ല. പിന്നെ എല്ലാ അച്ചാറുകളും നമ്മൾ സൂക്ഷിക്കുന്നതിൽ ഡിപ്പെൻഡ് ആണ്. നനഞ്ഞ സ്പൂണൊന്നും ഇടാതിരുന്നാൽ പുറത്തു തന്നെ ഇരിക്കും. ഇനി അതല്ല, ഫ്രിഡ്ജിൽ വെച്ചാലും ഞാൻ എല്ലായിടത്തും പറയുന്നതാണ്, നമ്മുടെ അച്ചാറുകൾ ഫ്രിഡ്ജിൽ വെച്ചാലും ഉറഞ്ഞു പോകത്തില്ല. അത് നല്ലെണ്ണയിലാണ് ചെയ്യുന്നത്. പുറത്തു നിന്ന് എടുക്കുന്ന അതേ കൺസിസ്റ്റൻസി ആയിരിക്കും ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോഴേ. പിന്നെ ഒരു വെറൈറ്റിയാണ് നാരങ്ങ, ഈന്തപ്പഴം, കാഷ്യൂ. ഇതും പല അച്ചാറുകൾക്കും പല ആരാധകരാണ് കേട്ടോ. ഓരോരുത്തർക്കും ഇഷ്ടം വേറെ വേറെ ആണല്ലോ. ഇത് സീസൺ ചിലപ്പോൾ മാത്രം ചെയ്യുന്നതാണ് വെളുത്തുള്ളി കാന്താരി. കാരണം എനിക്കിവിടെ കാന്താരി കുറച്ചുണ്ട്. അപ്പൊ അതിൽ കുറച്ച് പറിക്കാറാവുമ്പോൾ ഇതുപോലെ വെളുത്തുള്ളി കാന്താരി അത് സ്പെഷ്യലായിട്ട് ചോദിച്ച് വച്ചിരിക്കുന്നവരുണ്ട്. ഇപ്പൊ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള നാരങ്ങ അച്ചാറ്, മാങ്ങ അച്ചാറ്, പിന്നെന്താണ് ചിലപ്പോ കാന്താരി അവൈലബിൾ ആണെങ്കിൽ നെല്ലിക്ക കാന്താരി ചെയ്യാറുണ്ട്. പിന്നെ സ്പെഷ്യൽ ഓർഡർ തരുന്നതിനനുസരിച്ച് നെയ്മീൻ അച്ചാർ ഇട്ട് കൊടുക്കാറുണ്ട്, മോത ഇട്ട് കൊടുക്കാറുണ്ട്. നമ്മുടെ നോൺ വെജ് അച്ചാറുകളൊന്നും നമ്മൾ ഒത്തിരി ഇട്ട് വെക്കാറില്ല. ഓരോ ആഴ്ചയും ഇവിടുന്ന് പുതിയ പുതിയ ബാച്ചുകൾ ഇട്ടുകൊണ്ടേയിരിക്കും.
കാരണം ഇട്ട് വെക്കാറില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ വിദേശത്തോട്ട് അച്ചാറുകൾ 5-6 കിലോ ഒരുമിച്ചൊക്കെ കൊണ്ടുപോകുന്നവരുണ്ട്. അപ്പൊ എത്രയും ഫ്രഷ് ആയിട്ട് കൊടുക്കാമോ അങ്ങനെയാണല്ലോ കൊടുക്കേണ്ടത്. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ നിങ്ങൾക്ക് വിദേശത്തോട്ട് എങ്ങാണം കൊണ്ടുപോകണം, ഇത്ര ഡേറ്റിനകം കൊണ്ടുപോകണം എന്നുള്ളവരൊരു 10 ദിവസം മുമ്പെങ്കിലും എനിക്ക് ഓർഡർ തരണേ, എങ്കിലേ എനിക്ക് തയ്യാറാക്കി നിങ്ങൾക്ക് പോകുന്നതിന്റെ 2 ദിവസം മുമ്പ് ഇവിടുന്ന് കൊറിയർ ചെയ്യാൻ പറ്റൂ. ഇന്ത്യ മൊത്തം കൊറിയർ സർവീസും ഉണ്ട്, പോസ്റ്റൽ സർവീസും ഉണ്ട്, ഇന്റർനാഷണൽ വേണ്ടവർക്ക് കൊറിയർ സർവീസും ഉണ്ട്. ഇപ്പൊ ഏകദേശം മനസ്സിലായി കാണും എന്താ. പിന്നെ അത് അയ്യോ ഇത് നാരങ്ങ വെളുത്തുള്ളി ആ കുപ്പി കാലിയായിരിക്കുന്നത് കണ്ടോ, അത് പുതിയ ബോട്ടിൽ എടുത്തിട്ടുണ്ട്, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആ നാരങ്ങ വെളുത്തുള്ളിക്ക് ഭയങ്കര ആരാധകരാണ് കേട്ടോ. ചപ്പാത്തി പോലും അത് കൂട്ടിയാ കഴിക്കുന്നതെന്നാ പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് എന്റെ കയ്യിലുള്ള പ്രോഡക്ട്സിന്റെ വിശേഷങ്ങൾ. ഏകദേശം എല്ലാം ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. പിന്നെ പാക്കിങ്ങിന്റെ കാര്യം വാങ്ങിയവർക്കറിയാം, 100 അല്ല 150% ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടാണ് ഇവിടെ നയിക്കുന്നത്. വിദേശത്തോട്ടുള്ള പാക്കിംഗ് ഇതാണ് അച്ചാറുകളുടെ. കാരണം സ്റ്റാൻഡിങ് പൗച്ച്, എന്നാൽ ബോട്ടിലിൽ വേണമെന്ന് പറയുന്നവരുണ്ട്, അവർക്ക് ബോട്ടിലിൽ കൊടുക്കാറുണ്ട്. അപ്പം കൂടുതലും ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഒക്കെ ലേബൽ ഇല്ലാതെ പോകാൻ പറ്റില്ല. എല്ലാ പ്രോഡക്റ്റിനും നമുക്ക് ലേബൽ ഉണ്ട്, അത് ഓർത്തും പേടിക്കേണ്ട. അപ്പൊ ബോട്ടിലിൽ വേണ്ടവർക്ക് ബോട്ടിലിൽ സേഫ് ആയിട്ട് കിട്ടും, പൗച്ചിൽ വേണ്ടവർക്ക് പൗച്ചിൽ സേഫ് ആയിട്ട് കിട്ടും. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ പറയുന്നതനുസരിച്ച് ഇവിടുന്ന് സാധനങ്ങൾ അയക്കാറുണ്ട് കേട്ടോ. അച്ചാറിടാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന മുളക് പൊടി നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ ഞാൻ കാണിച്ച മുളക് പൊടി തന്നെയാണ്. ക്വാളിറ്റി മുളക് പൊടിയിൽ നമ്മൾ അച്ചാർ ഇടുമ്പോൾ അതിന്റെ വ്യത്യാസം യൂസ് ചെയ്യുന്നവർക്ക് ഒറ്റ ടേസ്റ്റിൽ തന്നെ മനസ്സിലാവും കേട്ടോ. നിങ്ങൾ വിചാരിക്കും നിങ്ങളെ തന്നെ സ്വയം പുകഴ്ത്തുവാണോ എന്ന്. എന്റെ അഡ്വർടൈസ്മെന്റ് ഞാൻ തന്നെ ചെയ്തല്ലേ പറ്റൂ. അപ്പോഴാണല്ലോ നിങ്ങൾ ഓരോരുത്തരും ഇത് വാങ്ങി യൂസ് ചെയ്തിട്ട് നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്നത്. അതാണല്ലോ മൗത്ത് പബ്ലിസിറ്റി. ഇനി എന്റെ കയ്യിൽ നിന്നും മില്ലറ്റ് മിക്സ് മേടിച്ച പലരും എങ്ങനെയൊക്കെ യൂസ് ചെയ്യാന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പൊതുവെ അതിന്റെ കഞ്ഞിയായിരുന്നു വെച്ചുകൊണ്ടിരുന്നത് കേട്ടോ. മിക്കവാറും രാത്രി അതിന്റെ കഞ്ഞിയായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. നല്ല ബെസ്റ്റ് ആണ് കേട്ടോ. പുട്ടിന് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുമ്പോൾ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ എന്താണെങ്കിലും നമ്മൾ പുട്ടുണ്ടാക്കുമല്ലോ. ഞാനിപ്പോൾ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. എന്റെ കയ്യിൽ നിന്നും അരിപ്പൊടി മേടിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ആ സാധാ പച്ചരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഒരു തവി മില്ലറ്റ് മിക്സും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം പുട്ടിന് നനയ്ക്കുന്ന ഒരു മെത്തേഡ് ഞാൻ നേരത്തെ ഷെയർ ചെയ്തിരുന്നു. ഞാനിപ്പോ 2 തവി അരിപ്പൊടിയും 1 തവി മില്ലറ്റ് മിക്സുമാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ 3 തവി, ആ 3 തവിക്ക് കറക്റ്റ് 3 തവി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അളവെന്ന് പറയുന്നത് നിങ്ങളുടെ പൊടിയിൽ ഡിപ്പെൻഡ് ആണ് കേട്ടോ. ഞാനിപ്പം എന്റെ കയ്യിൽ നിന്നും ഇത് മേടിച്ചിട്ടുള്ളവർക്ക് ഈ കറക്റ്റ് മെത്തേഡ് ഫോളോ ചെയ്യാം. എത്ര മിനിറ്റ് ഇത് കുഴയ്ക്കാൻ എടുത്തു എന്ന് നിങ്ങൾക്ക് കാണാവുന്നേ ഉള്ളൂ. ഞാൻ കട്ട് ചെയ്തിട്ടില്ല, 1 മിനിറ്റ് പോലും എടുത്തിട്ടില്ല. അപ്പോ നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോൾ അയ്യോ വെള്ളം കൂടി പോയേന്ന് തോന്നും, പേടിക്കണ്ട. ഇതുപോലൊന്ന് മിക്സ് ചെയ്തിട്ട് തട്ടിപ്പൊത്തി ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അതായത് പൊടി നനച്ച ശേഷം നമുക്ക് പുട്ടുകുറ്റി പുട്ടിന് വെള്ളം വെച്ച് ആ ചൂടാകുന്ന അത്രയും സമയം അത് മതി. ആ വെള്ളം തിളയ്ക്കുന്ന ആ സമയം അത് മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് അങ്ങനെ കണക്കാക്കാം. 5 മിനിറ്റിന് ശേഷം നോക്കുമ്പോൾ നല്ല സെമന്റ് കട്ട പോലെ ഇങ്ങനെ ഇരിക്കും. നമ്മൾ അതിനെ പൊടിച്ചെടുക്കണം. ആ വെള്ളം മുഴുവൻ അത് അബ്സോർബ് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നീട് എക്സ്ട്രാ പൊടി നമുക്ക് വെള്ളത്തിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ കയ്യിലെ പൊടിക്കാണ് ഈ വെള്ളത്തിന്റെ അളവ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലതിന് ചിലപ്പം വെള്ളം കൂടാം കുറയാം, അത് കറക്റ്റ് നോക്കി ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് സാധാ പുട്ട് പുഴുങ്ങുന്ന കണക്ക് തന്നെ തേങ്ങ ഇടണമെങ്കിൽ തേങ്ങ ഇടാം. അതിനുശേഷം നമ്മൾ നനച്ച പൊടിയിട്ട് പുട്ടുണ്ടാക്കിയെടുക്കാൻ നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും. ഇനി അരിപ്പൊടി ഇല്ല എങ്കിലും ഈ മില്ലറ്റ് മിക്സ് മാത്രം ഇട്ടും നമുക്ക് ഇങ്ങനെ പുട്ടുണ്ടാക്കാം. ഞാൻ ചോളപ്പൊടി ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. ആ ചോളപ്പൊടി ഇട്ടും ഇതുപോലെ സെയിം നമുക്ക് പുട്ടുണ്ടാക്കാം. കുറെ പേര് ഇപ്പൊ എന്റെ മില്ലറ്റ് മിക്സ് മേടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുവെങ്കിൽ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നൊന്ന് കമന്റ് ഇട്ടേക്ക് കേട്ടോ. ഞാനും ട്രൈ ചെയ്യാം, മറ്റുള്ളവർക്കും അത് ഉപകാരമാവുമല്ലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ. എന്തുണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ഇടാൻ മറക്കില്ലേ. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ചിൽഡ്രൻ ബൈ. ഗോഡ് ബ്ലസ് യു.